നിർവൻ ഗുഡ് മോർണിംഗ്. 11ാം ദിവസവും രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഒളിവിൽ തുടരുന്നു എന്നത് തന്നെയാണ് ഇപ്പോൾ നമ്മുടെ മുൻപിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അയാൾ ദക്ഷിണ കർണാടകത്തിലുണ്ട് എന്ന് കേൾക്കുന്നു. ഒരു കാര്യം ഉറപ്പാണ്, ഒരു രാഷ്ട്രീയ സംരക്ഷണമില്ലാതെ നിർവൻ അയാൾക്ക് ഇത്രയും ദിവസം അവിടെ അങ്ങനെ ഒളിവിൽ കഴിയാൻ പറ്റുമോ? തീർച്ചയായും മനു, കാരണം ഉറപ്പാണ്. കാരണം അവിടെ കർണാടക ഭരിക്കുന്ന സർക്കാർ കോൺഗ്രസ്സാണ്. AICCയുടെയൊക്കെ പിന്തുണ ആദ്യഘട്ടത്തിൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് ലഭിച്ചിരുന്നു. ഇവിടെ നിന്ന് കർണാടകയിലേക്ക് പോകാനുള്ള വാഹനം അടക്കം ആരാണ് ശരിയാക്കി നൽകിയത്? കൂടുവിട്ട് കൂടുമാറുന്നത് പോലെ ഓരോ കേന്ദ്രങ്ങളിൽ നിന്നും പോലീസ് സംഘം അവിടെ എത്തുമ്പോൾ ഒരു റിസോർട്ടിലെത്തിയപ്പോൾ അവിടെ നിന്ന് മാറി മറ്റൊരു സ്ഥലത്തേക്ക് മാറുന്നു. അങ്ങനെ ഓരോ ദിവസവും അദ്ദേഹത്തിന് രാഷ്ട്രീയ അഭയം ലഭിക്കാതെ, രാഷ്ട്രീയപരമായ പിന്തുണ കർണാടകത്തിൽ നിന്ന് ലഭിക്കാതെ അദ്ദേഹത്തിന് 11 ദിവസമായിട്ട് എങ്ങനെ ഒളിവിൽ കഴിയാൻ കഴിയുന്നു എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണ്. മനു ചോദിച്ചതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംശയവും എല്ലാവർക്കും ഉള്ളത്. കാരണം ഇത്രയും ദിവസം SITയുടെ പ്രത്യേക അന്വേഷണ സംഘം പോലീസ് അദ്ദേഹത്തെ ട്രേസ് ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഫോൺ പരിശോധിച്ചിട്ടുണ്ട്. ആ ഫോൺ രേഖകൾ അനുസരിച്ച് സൈബർ വിദഗ്ധർ ഒരിക്കൽ ഓണാകുന്നു, വീണ്ടും ഓഫാകുന്നു. അത് രാഹുലിൻ്റെ കൈവശം തന്നെയാണോ ഉള്ളത്, അതല്ലെങ്കിൽ പോലീസ് അന്വേഷണ സംഘത്തെ വഴിതെറ്റിക്കുന്നതിന് വേണ്ടി മറ്റാരെങ്കിലും സൂക്ഷിക്കുന്നതാണോ, അത് ഫോണ് മറ്റൊരു ഭാഗത്ത് നിന്ന് ഓൺ ചെയ്ത് പോലീസിനെ ഇക്കാര്യങ്ങളിൽ അന്വേഷണത്തെ വഴിതെറ്റിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത് എന്ന കാര്യത്തിലും SIT സംഘത്തിന് സംശയമുണ്ട്. പക്ഷേ ഇക്കാര്യത്തിൽ അന്വേഷണത്തിൻ്റെ വിവരങ്ങൾ, അതായത് കർണാടകമായി കടക്കുമ്പോഴേക്കും കർണാടക പോലീസിൻ്റെ സഹായം SIT സംഘത്തിന് വേണ്ടിവരും. അവരുമായി ബന്ധപ്പെട്ട കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും. സ്വാഭാവികമായും പോലീസ് സംഘം അങ്ങോട്ടേക്ക് നീങ്ങുമ്പോഴേക്കും ആ കമ്മ്യൂണിക്കേഷൻ ചോർന്നു പോകുന്നുണ്ട് എന്ന കാര്യം SIT സംഘത്തിന് തന്നെ വിവരം ലഭിച്ചിട്ടുണ്ട്. കാരണം ഈ തിരിച്ച് അവർ ട്രേസ് ചെയ്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു സ്ഥലത്തുണ്ട് എന്ന വിശദാംശങ്ങളുടെ അടിസ്ഥാനത്തിലേക്ക് അവിടേക്ക് മൂവ് ചെയ്യുമ്പോൾ അവിടെ നിന്ന് ഈ സംഘം മറ്റൊരിടത്തേക്ക് മാറുന്നുണ്ട്. അത് മാറുന്നത് തന്നെ എങ്ങനെയാണ് പോലീസ് അവിടേക്ക് എത്തുന്നത് എന്ന കാര്യം രാഹുൽ മാങ്കൂട്ടത്തിൽ അറിയുന്നത് സ്വാഭാവികമായും ഈ കേരളത്തിലെ 2 സംസ്ഥാനങ്ങൾ അന്തർ സംസ്ഥാന ബന്ധം ഉള്ളതുകൊണ്ട് തന്നെ പോലീസിന് സ്വാഭാവികമായും മറ്റ് സംസ്ഥാനങ്ങളിലെ പോലീസുമായി സഹകരിച്ച് മാത്രമേ അവിടുത്തെ ഗ്രൗണ്ട് ലെവൽ സപ്പോർട്ട്, പിന്തുണ സ്വാഭാവികമായി വേണം. അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും പോലീസിൻ്റെ സഹായം തേടുന്നത്. പക്ഷേ ആ സഹായം തേടുമ്പോൾ തന്നെ മറ്റ് ഈ പ്രതി രാഹുൽ മാങ്കൂട്ടത്തിലും കൂട്ടാളികളും വിവരങ്ങൾ അറിയുന്നുണ്ട്. അത് അറിയുന്നത് സ്വാഭാവികമായും കർണാടക ഭരിക്കുന്നത് ആരാണ്, കർണാടകയിൽ പോലീസിൻ്റെ ഇത്തരം നീക്കങ്ങൾ, സൂചനകൾ രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് നൽകുന്നത് ആരാണ്, അത്തരത്തിലുള്ള ഉദ്യോഗസ്ഥരടക്കം അവിടെ സ്വാഭാവികമായി ഉണ്ടാകാം. അതിന് രാഷ്ട്രീയമായ പിന്തുണ കർണാടക സർക്കാരിൽ നിന്ന്, പ്രത്യേകിച്ച് പോലീസിലെ വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർക്ക് സമ്മർദ്ദം കോൺഗ്രസിൻ്റെ പ്രധാന നേതാക്കൾ തന്നെ ചൊലുത്തുന്നുണ്ട് എന്ന തരത്തിലുള്ള വിശദാംശങ്ങളാണ് ഈ ഘട്ടത്തിൽ സൂചനകളായി പുറത്തു വരുന്നത്. അതുകൊണ്ട് ഈ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി അദ്ദേഹത്തിൻ്റെ 2ാമത്തെ കേസുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതിയായ 2ാമത് കർണാടകയിൽ നിന്ന് ഇതര സംസ്ഥാനത്ത് നിന്ന് 23 വയസ്സുകാരി നൽകിയിട്ടുള്ള KPCC അധ്യക്ഷനും AICC നേതൃത്വത്തിനും കൈമാറിയിട്ടുള്ള കേസിലെ മൊഴി, ആ കേസാണ് കഴിഞ്ഞ ദിവസം പരിഗണിച്ചത്. ആ കേസിലാണ് അറസ്റ്റ്, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അറസ്റ്റ് തടഞ്ഞിട്ടില്ല. ഒപ്പം തന്നെ കേസ് ഡയറിയുടെയും മൊഴി പകർപ്പിൻ്റെ വിശദാംശങ്ങൾ അടുത്ത ദിവസം സമർപ്പിക്കാനാണ് പ്രോസിക്യൂഷന് കോടതി നൽകിയിട്ടുള്ള നിർദ്ദേശം. അതുകൊണ്ട് തന്നെ അറസ്റ്റിന് ഒരു തരത്തിലുള്ള തടസ്സവുമില്ല. ആദ്യ കേസിലാണ് ഹൈക്കോടതി 15ാം തീയതി വരെ അറസ്റ്റ് തടഞ്ഞുകൊണ്ടിട്ടുള്ള ഉത്തരവുള്ളത്. അപ്പോൾ 2ാമത്തെ കേസിനെ സംബന്ധിച്ച് അറസ്റ്റിലേക്ക് പോലീസ് തീവ്രമായ നടപടികളുമായി, സത്വര നടപടിയുമായി മുന്നോട്ട് പോകുന്നുണ്ട്. ഇത് രാഹുൽ മാങ്കൂട്ടത്തിന് വ്യക്തമായി അറിയാവുന്ന കാര്യമാണ്. ഒപ്പം തന്നെ 2ാമത്തെ കേസിൽ ഈ പരാതിക്കാരിയായിട്ടുള്ള യുവതിയുടെ മൊഴി രേഖപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളുമായി അന്വേഷണ സംഘം പോവുകയാണ്, SIT സംഘം പോവുകയാണ്. പൂങ്കഴിലിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് യുവതിയുമായി ബന്ധപ്പെട്ടത്. അവരുമായി സംസാരിച്ചപ്പോൾ മൊഴി നൽകാൻ യുവതി സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മൊഴി എത്രയും വേഗം ശേഖരിക്കുക. ഈ മൊഴി അടക്കം കേസ് ഡയറി 2ാമത്തെ കേസിൽ നാളെ ഈ കേസ് വീണ്ടും പരിഗണിക്കുന്നുണ്ട്. അപ്പോൾ പ്രോസിക്യൂഷൻ ആ വാദമുഖങ്ങൾ കോടതിയിൽ നിരത്തുകയും ചെയ്യും. ഇപ്പോൾ അറസ്റ്റ് എന്ന് പറയുന്നത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമാണ്. അതുകൊണ്ട് അറസ്റ്റിലേക്ക് നീങ്ങാനുള്ള എല്ലാ നടപടിക്രമങ്ങളും പോലീസ് സംഘം നടത്തുന്നുണ്ട്. ഒപ്പം തന്നെ ഇത് ചോർന്നു പോകാതിരിക്കാനുള്ള ജാഗ്രതയും അടുത്ത ഘട്ടത്തിലേക്ക് പോലീസ് കടന്നുവെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പക്ഷേ 11 ദിവസം പിന്നിട്ടിട്ടും കോൺഗ്രസിൻ്റെ ഒരു MLA, പാലക്കാട് നിന്ന് വിജയിച്ച ഒരു MLA ഇപ്പോഴും
ഒളിവിൽ കഴിയുന്ന ദയനീയമായ അവസ്ഥയാണ്. എന്തുകൊണ്ട് അദ്ദേഹം കുറ്റം ചെയ്തിട്ടില്ല എങ്കിൽ കീഴടങ്ങി കോടതി നടപടിയിലേക്ക് പോകുന്നില്ല എന്ന ചോദ്യം ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് ധ്രുവൻ. ഇപ്പോൾ എന്താണ് ഇതിലെ ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ വാദം കൂടി നമ്മൾ പറഞ്ഞു പോകേണ്ടതല്ലേ? ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം മുന്നോട്ട് വയ്ക്കുന്ന വാദം എന്താണ്? എന്തുകൊണ്ട് പോലീസിന് ഇയാളെ അറസ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല എന്നതാണല്ലോ. പോലീസ് ആ രീതിയിൽ അറസ്റ്റ് ചെയ്യാൻ കഴിയാതെ പോകുന്നു എന്ന ആക്ഷേപമാണല്ലോ ഉന്നയിക്കുന്നത്. അവിടെ നമ്മൾ മറ്റൊരു കാര്യം കൂടി പറയേണ്ടതല്ലേ? ഈ മുൻകൂർ ജാമ്യം തള്ളുന്നതിന് മുൻപ് വരെയുള്ള കോൺഗ്രസ് നേതൃത്വത്തിന്റെ സ്ഥിതി എന്തായിരുന്നു? അവർ രാഹുൽ മാങ്കൂട്ടത്തിന് പിന്തുണ കൊടുക്കുകയായിരുന്നില്ലേ? ഈ ശബ്ദരേഖയൊക്കെ AI സംവിധാനത്തിലൂടെ ഉണ്ടാക്കിയതായിരുന്നല്ലേ കൺവീനർ പറഞ്ഞത്? എത്ര നേതാക്കൾ പിന്തുണച്ചു? VK ശ്രീകണ്ഠൻ പിന്തുണച്ചില്ലേ? UDF കൺവീനർ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ തള്ളിപ്പറയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടോ? പക്ഷേ ഇപ്പോൾ അവർ പറയുന്നത് എന്താണ്? രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് എന്താണ് മടിയെന്നാണ് ചോദിക്കുന്നത്. അതിലെ ഒരു രാഷ്ട്രീയ പാപ്പരത്വം, രാഷ്ട്രീയ നെറുകേട് കൂടി കേരളം ചർച്ച ചെയ്യേണ്ടതല്ലേ? തീർച്ചയായും ഈ കേസുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ടത്തിൽ പരസ്യമായി പുറത്താക്കിയെന്ന് പറയുന്നു. പുറത്താക്കിയല്ല, സസ്പെൻഡ് ചെയ്തു എന്ന് പറയുന്നു. പക്ഷേ കോൺഗ്രസിൻ്റെ ഭരണഘടന പ്രകാരം സസ്പെൻഡ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് അതൊക്കെ നമ്മൾ ചർച്ച ചെയ്ത കാര്യമാണ്. സസ്പെൻഡ് ചെയ്യുന്നതിന് സസ്പെൻഷൻ്റെ ഉത്തരവ് വേണം, നിശ്ചിത കാലാവധി വേണം, അത് സസ്പെൻഡ് ചെയ്തുള്ള കാരണം കാണിക്കുന്ന നോട്ടീസ് ഈ പറയുന്ന കക്ഷിക്ക് ആരോപണ വിധേയന് നൽകണം. അത്തരത്തിലുള്ള നടപടിക്രമങ്ങളൊന്നും പാലിച്ചിരുന്നില്ല. അപ്പോൾ തന്നെ ഇത് സസ്പെൻഷൻ എന്ന് പറയുന്നത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള പരിപാടിയാണ് എന്ന കാര്യം അന്ന് തന്നെ നമ്മളെല്ലാം റിപ്പോർട്ട് ചെയ്തതാണ്. അത് ശരിവയ്ക്കുന്നതാണ്. തുടർന്ന് അദ്ദേഹത്തെ പാലക്കാട് സ്റ്റാർ ക്യാമ്പയിനറായി എഴുന്നള്ളിച്ച് കൊണ്ടുവന്നത്. അവിടെ ശ്രീകണ്ഠനും MPയും DCC അധ്യക്ഷനും ഒക്കെ ഉള്ള ഒരു വേദിയിൽ അദ്ദേഹം പങ്കെടുക്കുന്നത്, ചലച്ചിത്ര നടിമാരെ അടക്കം കൊണ്ടുവന്ന് അദ്ദേഹം പ്രൊമോഷൻ വീഡിയോ ചെയ്യുന്നത്, സൈബർ ഹാൻഡിലുകളിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ വെളുപ്പിച്ചെടുക്കാനുള്ള ശ്രമം കോൺഗ്രസ് നേതാക്കൾ തന്നെ നടത്തിയത്. മനു സൂചിപ്പിച്ചതുപോലെ UDFിൻ്റെ കൺവീനർ അടൂർ പ്രകാശ് AI സാങ്കേതികവിദ്യയിൽ നിർമ്മിച്ച ഓഡിയോ സംഭാഷണമാണ് എന്ന് പറഞ്ഞ് പൂർണ്ണമായി നിഷേധിച്ചത്. രാഹുലിനെ പാർട്ടി പരിപാടിയിൽ പങ്കെടുക്കുന്നതിൽ നമുക്ക് അങ്ങോട്ട് വിലക്കാൻ കഴിയില്ല എന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് തന്നെ പറയുന്നു. അദ്ദേഹം എങ്ങോട്ട് പോകണമെന്ന കാര്യം തീരുമാനിക്കേണ്ടത് അദ്ദേഹമാണ് എന്ന് പറയുന്നത്. പിന്നെ 3 വർക്കിംഗ് പ്രസിഡന്റുമാരുടെയും സണ്ണി ജോസഫിനെ പിന്തുണയോടുകൂടി AICCയുടെ ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിൻ്റെ അറിവോടുകൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭാ സമ്മേളനത്തിൽ വന്നത്. യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡന്റ് നേമ ഷജീർ അദ്ദേഹത്തിന് വേണ്ട സംരക്ഷണ കവചം ഒരുക്കി ലിഫ്റ്റിൽ കയറ്റി നിയമസഭാ കവാടത്തിൽ വരെ കൊണ്ടുചെന്ന് എത്തിച്ചത്. തുടർന്ന് ഓഡിയോ സംഭാഷണം വന്നപ്പോൾ വീണ്ടും ന്യായീകരിച്ചത്. അവസാനം കേസിൽ ജാമ്യം നിഷേധിക്കുന്നത് വരെ അദ്ദേഹത്തെ പുറത്താക്കാൻ, അതായത് ജാമ്യം ലഭിക്കുകയാണെങ്കിൽ വീണ്ടും അദ്ദേഹത്തിന് ജാമ്യം ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹം പൂർണ്ണമായി കുറ്റവിമുക്തനാണ് എന്ന് സൈബർ ഹാൻഡിലുകൾ തയ്യാറാക്കി വച്ചിരുന്ന പല തരത്തിലുള്ള കുറിപ്പുകളും പെട്ടെന്ന് പിൻവലിച്ച് KPCC പുറത്താക്കിയെന്ന ഉത്തരവ്, ടൈപ്പ് ചെയ്ത് വെച്ചിരുന്ന ഉത്തരവ് വളരെ പെട്ടെന്ന് ഏകദേശം 1 മിനിറ്റിൻ്റെ വ്യത്യാസമേ ഉള്ളൂ പുറത്തു വരുന്നത്. എന്നിട്ട് നേതാക്കൾ പറഞ്ഞു ഇത് നമ്മുടെ നടപടിക്രമമാണ്, കോടതി നടപടിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യമില്ല, AICCയുടെ അനുവാദം വാങ്ങാൻ ഉള്ള സമയക്രമങ്ങളുണ്ട്, സംഘടനയ്ക്ക് ഒരു ചിട്ട വട്ടങ്ങളുണ്ട്, അതനുസരിച്ചുള്ള നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ഇത്ര വൈകിയത് എന്ന് പറഞ്ഞു. പക്ഷേ അത് മാത്രമല്ല, കോടതിയുടെ വിധി കാത്തിരിക്കുകയായിരുന്നു. അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൽ മനു ഒരു കാര്യം ചിന്തിച്ചു നോക്കുക, ഇത്രയേറെ രാഹുലിനെ ന്യായീകരിച്ചിരുന്നൊരു ഘട്ടത്തിൽ രാഹുലിന് ജാമ്യം കിട്ടിയിരുന്നുവെങ്കിൽ എങ്ങനെയായിരുന്നു തൊട്ടടുത്ത നിമിഷം അടൂർ പ്രകാശും സണ്ണി ജോസഫും ഈ വർക്കിംഗ് പ്രസിഡന്റുമാരൊക്കെ എന്ത് നിലപാട് സ്വീകരിക്കുമായിരുന്നു എന്ന കാര്യം കേരളത്തിൽ അദ്ദേഹത്തിന് മുൻപ് സംരക്ഷിച്ച സമീപനങ്ങളുടെ തുടർച്ചയായി പരിശോധിക്കുമ്പോൾ ഉറപ്പായും രാഹുൽ ഇതോടുകൂടി കുറ്റവിമുക്തനായി എന്ന അജണ്ട, പ്രൊപ്പഗണ്ടയായിരിക്കും കേരളത്തിന് മുഴുവൻ പ്രചരിപ്പിക്കുക. രാജ്മോഹൻ ഉണ്ണിത്താൻ, ഷാനിമോൾ ഉസ്മാൻ, ബിന്ദു കൃഷ്ണ, വനിതാ നേതാക്കൾ, ജോസഫ് വാഴക്കൻ, രമേശ് ചെന്നിത്തല തുടങ്ങി എതിർ നിലപാട് സ്വീകരിച്ച മുഴുവൻ നേതാക്കളുടെയും പുറത്ത് പൊങ്കാലയിടുന്ന സോഷ്യൽ മീഡിയയുടെ വലിയ തരത്തിലുള്ള സൈബർ ആക്രമണമായിരിക്കും സ്വാഭാവികമായി ഉണ്ടാവുക. പക്ഷേ ജാമ്യം ലഭിച്ചില്ല, ഉടനെ തള്ളിപ്പറയേണ്ടി വന്നു. തള്ളിപ്പറയുമ്പോഴും അതുവരെ അദ്ദേഹം പാലക്കാട് നിന്ന് നേരെ കർണാടകത്തിലേക്ക് കടക്കുന്നതിന് വേണ്ടിയുള്ള സൗകര്യം, അതിനുശേഷം കർണാടകയിൽ ഒളിയിടങ്ങൾ മാറി മാറി നിൽക്കാനുള്ള സൗകര്യം, ഇത്രയും കാലം, ഇത്രയും ദിവസം കേരള പോലീസ് വല വിരിച്ചിട്ട് പോലും ഇതര സംസ്ഥാനത്ത് കടന്ന് അദ്ദേഹത്തിന് ഒളിവിൽ കഴിയണമെങ്കിൽ സ്വാഭാവികമായും രാഷ്ട്രീയ അഭയം അദ്ദേഹത്തിന് ലഭിക്കണം. കർണാടക ഭരിക്കുന്നത് കോൺഗ്രസ്സാണ്. അദ്ദേഹത്തിന് വേണ്ട സംരക്ഷണ കവചം ഒരുക്കുകയും പോലീസിൽ നിന്ന് ലഭിക്കുന്ന ഇൻഫർമേഷൻ ലീക്ക് ചെയ്ത് അപ്പോൾ അദ്ദേഹത്തിന് പ്രതിക്ക് തന്നെ അറിയിക്കുകയും ചെയ്യുന്ന സ്ഥിതിയാണുള്ളത്. അത് ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ ഇക്കാര്യങ്ങളൊക്കെ തന്നെ ഈ കേരളത്തിലെ ജനങ്ങൾ വിലയിരുത്തുന്നുണ്ടെന്ന കാര്യം ഉറപ്പാണ്. കോൺഗ്രസ് നേതാക്കൾ ഇത് തള്ളിപ്പറയും. കഴിഞ്ഞ ദിവസം തന്നെ K മുരളീധരൻ വിചിത്രമായൊരു വാദം പറഞ്ഞു. അതായത് കോൺഗ്രസിൻ്റെ നേതാവ് ഇങ്ങനെ ഒരു കേസിൽപ്പെട്ട് ഇത്രയും ദിവസം സംരക്ഷിച്ച് അതിനുശേഷം കർണാടകയിൽ അഭയം തേടിയപ്പോൾ K മുരളീധരൻ പറയുന്നത് സംസ്ഥാന പോലീസിൻ്റെ ആഭ്യന്തര വകുപ്പിൻ്റെ പിടിപ്പുകേടാണ്, പരാജയമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ ഇത്രയും കാലം അറസ്റ്റ് ചെയ്യാത്തത്. അതേ K മുരളീധരൻ പറയുന്നത് എന്തിനാണ് അദ്ദേഹം ഒളിവിൽ പോയത് എന്ന ചോദ്യത്തിന് ആദ്യം മറുപടി പറയേണ്ടത് K മുരളീധരനാണ്. കോൺഗ്രസിൻ്റെ ഒരു MLA തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ കേരളത്തിൽ
തലയുയർത്തി നിന്ന് അദ്ദേഹം നിയമ നടപടി നേരിടുകയും കോടതിയിൽ പോവുകയും അദ്ദേഹത്തിന് പറയേണ്ട വാദമുഖങ്ങൾ കോടതിയിൽ നിരത്തുകയുമാണ് വേണ്ടത്. എന്തിന് ഒളിവിൽ കഴിയുന്നു കോൺഗ്രസിൻ്റെ ഒരു MLA എന്ന ചോദ്യത്തിന് അദ്ദേഹം മറുപടി പറയുന്നില്ല. മറിച്ച് ഇത് പിണറായി സർക്കാരിൻ്റെ പോലീസിൻ്റെ പരാജയമാണ് എന്ന വിചിത്രമായ വാദമാണ് കെ മുരളീധരൻ കഴിഞ്ഞ ദിവസവും ഉന്നയിച്ചത്. അതുകൊണ്ട് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ, മൂർധന്യ ഘട്ടത്തിൽ, കൊട്ടിക്കലാശം ആദ്യ ഘട്ടത്തിലേക്ക് ഇന്ന് പോകുന്ന ഘട്ടത്തിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസ് സാധാരണ കോൺഗ്രസ് പ്രവർത്തകരെ അത്രയേറെ പ്രതിസന്ധിയിലാകുന്നുണ്ട്. വീട് വീടാന്തരം കയറി ഇറങ്ങുന്ന കോൺഗ്രസ് പ്രവർത്തകരോട് ജനം അവരുടെ മുഖത്ത് നോക്കി ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് വലിയ പ്രതിസന്ധിയാണ് കോൺഗ്രസ് നേരിടുന്നത്. അത് ഈ കേസിൽ എത്ര കണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിച്ചിരിക്കുകയാണെങ്കിലും അത്ര കണ്ട് കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കുന്നു എന്ന കാര്യം ഉറപ്പാണ്. മനു.